വയനാട് ദുരന്തം, അർജുന്റെ തിരോധാനം, ഇതെല്ലാം നമ്മളെ പേടിപ്പിച്ച വാർത്തകളായിരുന്നു. പ്രത്യേകിച്ചും വയനാട് ദുരന്തം അല്ലേ. 500-ലധികം ആൾക്കാരുടെ ജീവനെടുത്ത ദുരന്തം. എന്നാൽ അതിന്റെ അലയൊലികൾ കെട്ടടങ്ങുന്നതിന് മുൻപ് മലയാള സിനിമയുടെ നെഞ്ചത്തേക്കാണ് വേറൊരു ദുരന്തം വന്നു ചേർന്നത്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. അതിൽ ഒരുപാട് പ്രമുഖ നടന്മാർ, താരബിംബങ്ങൾ, ഇവരുടെയൊക്കെ ഇമേജുകൾ തകർന്ന് തരിപ്പണമായി. കുറെ പേർ ഇപ്പോൾ കേസിന്റെ നിഴലിലാണ്. സിദ്ദിഖ്, മുകേഷ്, ഇടവേള ബാബു, അങ്ങനെ ജയസൂര്യ, അങ്ങനെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചതും പ്രതീക്ഷിക്കാത്തവരുമായ കുറേയധികം പേരുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഈ നിമിഷവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പലരും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാണാതായ 45ഓളം പേജുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. 300 പേജുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ 263 പേജാണ് മാധ്യമപ്രവർത്തകർക്ക് കിട്ടിയത്. ബാക്കി ഉള്ള പേജുകൾ എവിടെ? തീർച്ചയായിട്ടും ആ ചോദ്യം പ്രസക്തമാണ്. എങ്ങോട്ട് പോയി? തീർച്ചയായിട്ടും അത് ഒരിക്കലും മലയാളികൾക്ക് സഹിക്കാൻ പറ്റാത്ത, നമ്മൾ വിശ്വസിക്കാൻ സാധിക്കാത്ത, നമ്മുടെ ഹൃദയം തകർത്ത് കളയുന്ന ആരെങ്കിലുമൊക്കെ ആയിരിക്കാം. എങ്കിലും അതിൽ പറയപ്പെടുന്ന ഒരാളുണ്ട്. ആട്ടിൻ തോലണിഞ്ഞ ഒരു ചെന്നായയെ കുറിച്ച്, പവർ ഗ്രൂപ്പിനെ കുറിച്ച്, ആ 15 സംഘത്തെ കുറിച്ചൊക്കെ തീർച്ചയായിട്ടും വ്യക്തമായും പറയുന്നുണ്ട്. ആ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായയെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറഞ്ഞു വരുന്നത്. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകനുമായ കമാലുദ്ദീൻ മുഹമ്മദ് മജീദ് എന്ന കമലിനെതിരെ ബലാത്സംഗ ആരോപണവുമായി മോഡലായ യുവനടി. കമൽ എന്നറിയപ്പെടുന്ന കമാലുദ്ദീൻ എന്ന അതിപ്രശസ്ത സംവിധായകൻ, തൊട്ടതെല്ലാം പൊന്നാക്കിയ സംവിധായകൻ, എല്ലാ സിനിമകളിലും ഫാമിലി ഓറിയന്റഡ് മൂവി ഇറക്കിയ സംവിധായകൻ, കരച്ചിലും കണ്ണീരും പ്രണയവും വിരഹവും എന്നുവേണ്ട ഒരു ഫാമിലിക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന പ്രണയരംഗങ്ങൾ പോലും ഫാമിലിക്ക് കാണാൻ പറ്റുന്ന തരത്തിൽ ചിത്രീകരിച്ചിരുന്ന ഒരു സംവിധായകൻ. അദ്ദേഹത്തെ കുറിച്ച് 4 വർഷങ്ങൾക്ക് മുൻപ് ഒരു സ്ത്രീ പരാതിയുമായി മുന്നോട്ട് വരിക മാത്രമല്ല, അവർ വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തു ഈ കമൽ എന്ന് പറയുന്ന കമാലുദ്ദീന്. ആ വക്കീൽ നോട്ടീസ് കണ്ട് അത് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ഇതിപ്പോ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത്. ഒരുപാട് ഇരകൾ മുന്നോട്ട് വന്നിട്ടും ആ സ്ത്രീ മാത്രം മുന്നോട്ട് വരുന്നില്ല. അവരിനി ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. അത്രയ്ക്ക് ക്രൂരനായിട്ടാണ് ഇദ്ദേഹത്തിന്റെ പിന്നാമ്പുറ കളികൾ അറിയാവുന്ന ആൾക്കാർ ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. ഈ കമൽ എന്ന് പറയുന്ന ജനപ്രിയ സംവിധായകനെ കുറിച്ച് പറയുന്നത്. വളരെ ചുരുക്കം ചില സംവിധായകരെ കുറിച്ച് മാത്രമേ മലയാളികൾ തലയുയർത്തി നിന്ന് പറയാറുള്ളൂ. അതില് മുൻ നിരയിൽ നിൽക്കുന്ന ഒരു നായകനാണ്, അല്ലെങ്കിൽ ഒരു സംവിധായകനാണ് കമൽ എന്ന് പറയുന്ന നമ്മുടെ നെഞ്ചോട് ചേർത്ത് നമ്മൾ വെച്ചിരുന്ന സംവിധായകൻ. അദ്ദേഹത്തിന്റെ പേര് ആദ്യമായിട്ട് പുറത്തു വന്നപ്പോൾ ഞെട്ടിയത് ഒരുപാട് മാധ്യമപ്രവർത്തകർ മാത്രമല്ല, ജനങ്ങളും കൂടിയായിരുന്നു. പക്ഷേ അത് അധികം കോളിളക്കം സൃഷ്ടിക്കുന്നതിന് മുമ്പേ ആ വാർത്ത മുക്കി. ഈ കമൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പരാതി റിപ്പോർട്ടുകൾ ഉൾപ്പെടെ പുറത്തു വന്നു. വക്കീലിന്റെ പരാതി അല്ലെങ്കിൽ ആ റിപ്പോർട്ടുകൾ ഉൾപ്പെടെ പുറത്തു. അദ്ദേഹത്തിനയച്ച നോട്ടീസിന്റെ പകർപ്പുകൾ പലയിടത്തും എത്തിയെങ്കിലും ജനമെന്ന് പറഞ്ഞ ചാനൽ ചർച്ചയ്ക്ക് വെച്ചിട്ട് പോലും പിറ്റേ ദിവസത്തെ പത്രങ്ങളിൽ അതിനെക്കുറിച്ച് ഒരു വാർത്തയും ഉണ്ടായില്ല. കമൽ സാറാണോ? അതെ. സാർ, ജനം ടി വി എന്നാണ് വിളിക്കുന്നത്. ഓ, പറയും. ഞങ്ങൾക്ക് ഇന്നൊരു ഒരു വക്കീൽ നോട്ടീസ്, താങ്കൾക്കെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരു വക്കീൽ നോട്ടീസ് കിട്ടി. അപ്പോൾ അതിൻ്റെ ഒരു വെറാസിറ്റി അന്വേഷിക്കാൻ വേണ്ടിയാണ്. താങ്കൾ ഒരു യുവ നടിയെ, ഒരു മോഡലിനെ താങ്കൾ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാ. നേരത്തെ നമ്മുടെ സിനിമയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെറിയൊരു ഇതുണ്ടായിരുന്നു. ഒരാൾ നമുക്കെതിരെ ഒരു ഇത് കൊടുത്തിരുന്നു. അത് എത്രയോ കാലം മുമ്പാണ് അത് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. വേറെ എനിക്കൊന്നും പറയാനില്ല. ആണല്ലേ? വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു അല്ലേ അവര്? അല്ല, അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ. അതെ, പഴയതാണ്. 2019 ഏപ്രിൽ 26 കാര്യമാണ്. അതെ, അത് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. മറിച്ച് ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇറങ്ങിയതിനു ശേഷമായിരുന്നു ഇത് വന്നിരുന്നെങ്കിൽ ആ കുട്ടിക്ക് ചിലപ്പോൾ നീതി കിട്ടുമായിരുന്നു. നീതി കിട്ടാൻ അവർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. ഇത്രയും ക്രൂരനായ ഒരു സംവിധായകനാണ് ഇത്രയും മനോഹരമായ ചിത്രങ്ങൾ എടുത്തതെന്ന് ആലോചിക്കുമ്പോഴാണ് അതിലെ പരസ്പര വൈരുദ്ധ്യം നമുക്ക് മനസ്സിലാവുന്നത്. ശരിക്കും ആട്ടിൻ തോലണിഞ്ഞ ചെന്നായക്കളാണോ ഈ സിനിമ മേഖല മുഴുവനും എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. വിരലെണ്ണാവുന്ന കുറച്ച് ആൾക്കാരെ മാറ്റി നിർത്തിയാൽ ബാക്കി 50-60% ആൾക്കാരും ആട്ടിൻ തോല് അണിഞ്ഞ ചെന്നായക്കളാണോ? ചോദ്യം സിനിമാക്കാരോടാണ്. ഇതിൽ ഈ കുട്ടി പറയുന്നത് 2019 ഇദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയുടെ പേരും ഞാൻ പറയുന്നില്ല. അതിൽ 2 പുതുമുഖങ്ങളാണ് അഭിനയിച്ചിരുന്നത്. ആ 2 പുതുമുഖങ്ങളെ നമുക്കറിയാം. അവരിപ്പോൾ ഇച്ചിരി പ്രശസ്തരാണ്. അതിലെ നായകൻ ബിഗ് ബോസിലൂടെയൊക്കെ പ്രശസ്തനായി. ആ പേര് ഞാൻ ഇവിടെ വലിച്ചടിക്കുന്നില്ല. ആ സിനിമയിലേക്ക് എന്നും പറഞ്ഞ് ജയൻ എന്ന് പറഞ്ഞ ഒരാളുടെ കെയർ ഓഫിൽ ഈ പെൺകുട്ടി ഇദ്ദേഹത്തെ കാണാൻ ചെല്ലുന്നു. ഒരു പക്ഷേ നമ്മളൊരു നായിക കഥാപാത്രം അല്ലെങ്കിൽ ഒരു സെക്കൻഡ് റോൾ കഥാപാത്രത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് ആ സംവിധായകനോടുള്ള ഒരു ബഹുമാന ഹൃദയത്തിൽ എല്ലായ്പ്പോഴും ഉണ്ടാവും.
ഇത് കമലിന്റെ പടമാണ്, അല്ലെങ്കിൽ ഇത് പ്രിയദർശന്റെ പടമാണ്, അല്ലെങ്കിൽ ഇത് രഞ്ജിത്തിന്റെ പടമാണ് എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ ഒരു അധ്യാപകനോടുള്ള, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നമുക്ക് ആരാധന തോന്നുന്ന ഒരു സംവിധായകനാണ്, അല്ലെങ്കിൽ ഒരു ബഹുമാനം തോന്നുന്ന, ബഹുമാന സ്ഥാനത്തിർത്താവുന്ന ഒരു സംവിധായകനായിട്ടാണ് നമ്മൾ കമലിനെയൊക്കെ കണ്ടിരുന്നത്. ആ പെൺകുട്ടി എഴുതിയ പരാതി വായിച്ചു കഴിഞ്ഞാൽ ഒരു സ്ത്രീ എന്ന നിലയിൽ നമ്മൾ ലജ്ജിച്ച് തൊലിയുരിഞ്ഞ് വീണു പോകും, തല താഴ്ത്തി പോകും. അത്രയ്ക്കും മ്ലേച്ഛകരമായിട്ടുള്ള ആരോപണങ്ങളാണ്, അല്ലെങ്കിൽ തെളിവുകൾ സഹിതമാണ് ആ കുട്ടി അതിനകത്ത് അദ്ദേഹത്തെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്. അവളെ സിനിമയിൽ അഭിനയിക്കാമെന്നും പറഞ്ഞ് ഇടപ്പള്ളിയിലേക്ക് അദ്ദേഹത്തിന് ഫ്ലാറ്റിലേക്ക് വിളിപ്പിക്കുന്നു. അതിനുശേഷം നിന്നെ സിനിമയിൽ എടുത്തു എന്ന് പറഞ്ഞു വിടുന്നു. പിന്നെ തിരുവനന്തപുരത്തെ അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ വസതിയിലേക്ക് ക്ഷണിക്കുന്നു. അന്ന് ആ വീട്ടിൽ ചെന്ന പെൺകുട്ടിക്ക് ഉണ്ടായ ദുരനുഭവം എന്ന് പറഞ്ഞാൽ അത് വളരെ ചെറുപ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയെ ആ പ്രശസ്തനായ സംവിധായകൻ കീഴ്പ്പെടുത്തുകയായിരുന്നു, ലൈംഗികമായി കീഴ്പ്പെടുത്തുകയും ഉപദ്രവിക്കുകയും അതിന് മുന്നോടിയായിട്ട് ഇയാൾ കുറെ സെക്ഷൽ ആയിട്ടുള്ള ലൈംഗിക ചൊവ്വയുള്ള മെസ്സേജുകൾ ഈ പെൺകുട്ടിയുടെ നമ്പർ വാങ്ങിച്ചു വെച്ച് അയക്കുകയുണ്ടായെന്നും ആ പെൺകുട്ടി അതിനകത്ത് ആരോപിച്ചിട്ടുണ്ട്, അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ആരോപണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിനെ. ആ കുട്ടിയുടെ തെളിവുകളുണ്ട്. വക്കീലിനെ വെച്ചിട്ടാണ് അവർ നോട്ടീസ് അയച്ചിരിക്കുന്നത്. വെറുതെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് എന്നെ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയുകയല്ല ചെയ്തത്. കമൽ സംവിധാനം നിർവഹിച്ച പ്രണയമീനുകളുടെ കടൽ എന്ന ചലച്ചിത്രത്തിൽ നായികാവേഷം വാഗ്ദാനം ചെയ്ത് ഔദ്യോഗിക വസതിയിൽ വെച്ച് ബലാത്സംഗം ചെയ്തുവെന്നാണ് കൊച്ചിയിലെ അഭിഭാഷകൻ മുഖേന അയച്ച നോട്ടീസിലെ ആരോപണം. ചലച്ചിത്രത്തിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ച ശേഷം വിശ്വാസവഞ്ചന കാട്ടിയതായും നോട്ടീസിൽ കുറ്റപ്പെടുത്തുന്നു. ജനം ബിഗ് ബ്രേക്ക്. കുറച്ചു കാലത്തിനപ്പുറം ഏതാണ്ട് 1-2 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തെ ഇടവേളയ്ക്കുള്ളിൽ അദ്ദേഹത്തിന്റെ കോളുകൾ അവസാനിച്ചു. പിന്നീട് ആ പെൺകുട്ടിക്ക് അറിയാൻ സാധിച്ചത് അവളെ ഏത് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണോ നായികയാക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ഉപയോഗിച്ചത് അതേ സിനിമയുടെ ചിത്രീകരണം അവസാനിച്ചിരിക്കുന്നു. അതിനുശേഷം ആ പെൺകുട്ടിക്ക് അതിലും ഏറ്റവും വലിയ വേദന, അപ്പോഴേ ആ പെൺകുട്ടി തകർന്നുപോയി. എന്നിട്ടും അതിലും വലിയ വേദന അവൾക്ക് തോന്നിയത് ഇതെല്ലാം ചെയ്യുമ്പോഴും ഓൾറെഡി ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള നായകനെയും നായികയെയും സബ്കാസ്റ്റിനെയും എല്ലാവരെയും അയാൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു എന്നാണ്. അതായത് ഈ പെൺകുട്ടിയെ ട്രാപ്പിൽ വരുത്താൻ വേണ്ടി മാത്രം ഇങ്ങനൊരു കഥയുണ്ടാക്കി അവളെ അയാൾ ഉപയോഗിക്കുന്നു. ഈ ഒരു പെൺകുട്ടിയുടെ കഥ മാത്രമായിരിക്കില്ല ഈ കമലിന്റേത്. അയാൾ നൂറുകൾക്ക് മേലെ ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. മിക്കതും വിജയ ചിത്രങ്ങളായിരുന്നു, മിക്കതും ഫാമിലി ചിത്രങ്ങളായിരുന്നു. അതിലെല്ലായ്പ്പോഴും ഒരുപക്ഷെ മികച്ച നടനും നടികളും സിസ്റ്ററായിട്ട് അഭിനയിക്കുന്നവരും ബ്രദറായിട്ട് അഭിനയിക്കുന്നവരൊക്കെ സെലക്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ പിന്നീട് മിച്ചം വരുന്ന കുറെ ഓഡീഷനിൽ നമ്മളെ പോലുള്ള എന്താ പറയുക വെയിറ്റിംഗ് ലിസ്റ്റ് ചെയ്യപ്പെട്ട കുറെ കാൻഡിഡേറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ മത്സരാർത്ഥികൾ ഉണ്ടാവും. അവരിൽ നിന്ന് മിടുക്കനെയും മിടുക്കികളെയൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് സ്വന്തം ബെഡിലേക്ക് കൊണ്ടുവരാനായിട്ട്. അല്ലെങ്കിൽ മിടുക്കികളെ അങ്ങനെ ഒരുപക്ഷെ സെലക്ട് ചെയ്ത് വെച്ച ഒരു മിടുക്കി ആയിരുന്നിരിക്കണം ഇയാളുടെ ബെഡിലേക്ക് പോയത്. ഇതേ ദുരനുഭവം ആമിയിൽ അഭിനയിച്ച ജൂനിയർ ആർട്ടിസ്റ്റിനും ഉണ്ടായി, അല്ലെങ്കിൽ ആമീൻ അഭിനയിച്ച ഒരു നടിക്കും ഉണ്ടായതായി ഈ പെൺകുട്ടി തന്നെ അവരുടെ പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇതില് യാതൊരു നിയമ നടപടികളും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, പിന്നീട് ആ കുട്ടിയെ കുറിച്ച് യാതൊരു വിവരവും ആർക്കും ഉണ്ടായിട്ടില്ല. ഇയാള് ആൾക്കാരെ അപകടപ്പെടുത്തിയോ, അല്ലെങ്കിൽ ഈ ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ ഈ കലാകാരന്മാരെന്ന് പറയുന്നത്. ആ ഇമേജ് നിലനിർത്താൻ വേണ്ടിയിട്ട് പണത്തെക്കാൾ കൂടുതൽ അവർ അതിനുവേണ്ടി എന്തും ചെയ്യും. അതാണല്ലോ അതിജീവിതയോട് നമ്മുടെ പ്രമുഖ നടൻ ചെയ്തു കൂട്ടിയത്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എങ്കിലും ഒരു പക്ഷേ അന്ന് ഹേമാക്കം 2019 ജാനുവരിയിലാണ് ഇത് നടക്കുന്നത്. ജാനുവരി 1 ശേഷമുള്ള ഒരു ഡേറ്റ് ആണ് ആ കുട്ടി ആ പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. ഒരു പക്ഷേ അതിനുശേഷം ഇത്രയും വർഷങ്ങൾക്കിപ്പുറം എല്ലാവരും പറയുന്നു 12, 12, 13 വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യങ്ങളല്ലേ ഇപ്പോൾ എടുത്തു വെച്ച് ഇരകൾ പറയുന്നത്. പക്ഷെ ഈ കുട്ടിക്ക് ഇവർ 4 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് പറയാനുള്ളത്. അവൾ പറഞ്ഞിരുന്നത്, പരാതിപ്പെട്ടത്, ആ പരാതിയിൽ യാതൊരു കഴമ്പുമില്ല എന്ന് എങ്ങനെയാണ് നിയമപാലകർക്ക് തോന്നിയത്? എങ്ങനെയാണ് ഈ പറയുന്ന അമ്മയ്ക്കും ഫെഫയ്ക്കും അവൾ പരാതി കൊടുത്തിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്, ആ അമ്മയ്ക്കും ഫെഫയ്ക്കും എതിരെ നടത്തിയ പരാതി എന്ത് സംഭവിച്ചു? വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ഞങ്ങളുടെ കോർഡിനേറ്റിംഗ് എഡിറ്റർ അനിൽ നമ്പ്യാർ ചേരുകയാണ്. അനിൽ, ഈ വിഷയത്തിൽ രസകരമായൊരു കാര്യം, നേരത്തെ ഇദ്ദേഹം ഈ വാർത്ത അനിൽ തന്നെ പുറത്തുവിട്ട സമയത്ത് എല്ലാ മാധ്യമങ്ങളും കമലിൻ്റെ ഒരു പ്രതികരണത്തിന് വേണ്ടി ഓടി നടന്നിരുന്നു, അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ പോവുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു ദേശീയ മാധ്യമത്തിനാണ് മറുപടി നൽകിയത്. എന്നെ ആ റിപ്പോർട്ടർ എന്ന് പറഞ്ഞത് താങ്കളെ തന്നെ, പക്ഷെ പേരെടുത്ത് പറഞ്ഞില്ല. എന്നോട് ആ റിപ്പോർട്ടർ ചോദിച്ചത് ഒരു സിനിമയുമായുള്ള ഒരു സെറ്റിൽമെൻറ്റ് ഇഷ്യൂ ആണ്, അതായത് ഈ പ്രൊഡ്യൂസറുമായിട്ടുള്ളൊരു വിഷയത്തിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഈ രീതിയിലുള്ള ഒരു തെറ്റിദ്ധരിപ്പിക്കലാണ് സംവിധായകൻ കമലിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. സത്യം എന്താണ്? ഒന്നുകൂടി ഒന്ന് വ്യക്തമാക്കാം. ശ്യാം ചൂണ്ടിക്കാണിച്ചതുപോലെ ദേശീയ മാധ്യമം ടൈംസ് ഓഫ് ഇന്ത്യക്ക് കഴിഞ്ഞ ദിവസം അദ്ദേഹം നൽകിയ അഭിമുഖത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അതിന് നൽകിയ മറുപടി, അതായത് ഒരു പ്രൊഡ്യൂസറുമായിട്ട്, ചലച്ചിത്ര നിർമ്മാതാവുമായിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു തർക്കം ഉണ്ടായിരുന്നു. ആ തർക്കത്തെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അതിലവർ എഴുതിയിരിക്കുന്നത് വാസ് ഇറ്റ് സോർട്ടഡ് ഔട്ട് എന്നാണ് ഞാൻ ചോദിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. വാസ് ദാറ്റ് ഇഷ്യൂ സോർട്ടഡ് ഔട്ട്?
അപ്പോൾ അതിനുള്ള മറുപടി എന്ന നിലയിൽ സെറ്റിൽഡ് എന്ന് ഞാൻ മറുപടി നൽകി എന്നാണ് കമലിൻ്റെ പ്രതികരണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്തോ തെറ്റായ വാർത്ത കൊടുക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഈ ഒരു വിഷയത്തിൽ അല്ല, അതായത് ഈ യുവനടി ആരോപിച്ച ബലാത്സംഗ കുറ്റം അതുമായി ബന്ധപ്പെട്ടായിരുന്നില്ല എൻ്റെ ചോദ്യം. നേരെ മറിച്ച് നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ പ്രൊഡ്യൂസറുമായിട്ടുള്ള പ്രതിഫല തർക്കം അതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനായിരുന്നു അദ്ദേഹം മറുപടി നൽകിയത്. സോ ഇനിയെങ്കിലും സിനിമാക്കാരോട് പറയാനുള്ളത് കലാകാരന്മാരെ കലാകാരന്മാരെ വളർത്തുക, സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഏർപ്പെടുത്തുക, നല്ല നല്ല കലകൾ ഉണ്ടാവട്ടെ, നല്ല നല്ല കോണ്ടന്റ്സ് ഉണ്ടാവട്ടെ. ഞങ്ങൾ സോഷ്യൽ മീഡിയക്കാരെ പോലെ നല്ല കോണ്ടന്റ്സ് നിങ്ങൾ എടുക്കൂ. ഞങ്ങൾ സോഷ്യൽ മീഡിയക്കാരെ പുച്ഛിക്കുന്നവർ ഇപ്പൊ കണ്ടല്ലോ, കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് മാത്രമേ കാലമുള്ളൂ. കോണ്ടന്റ്സ് വേണം, അതായത് കണ്ടന്റ് വേണം. അത് സിനിമയിലായാലും വാർത്തയിലായാലും എന്ത് തന്നെയായാലും. സോ നല്ല കണ്ടന്റ് ഉള്ള ആൾക്കാരെ കൊണ്ടുവരിക, നല്ല നല്ല അധികാരികളെ, നല്ല നല്ല ബൈലോസ് കൊണ്ടുവരിക. എല്ലാവർക്കും ഇനിയും മലയാള സിനിമ ഇഷ്ടപ്പെടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതുകൊണ്ട് തന്നെ നിർത്തട്ടെ. വീണ്ടും കാണാം. വീണ്ടും ഒരു റിവ്യൂമായി കാണുന്നവരേക്കും വണക്കം.